അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാനനായ അധ്യക്ഷൻ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതൻ്റെ മറ്റു സാദാത്യങ്ങളെ, സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, നാം ഇന്നിവിടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അൽ ജാമിയ നജ്മുൽ ഹുദ അൽ ഇസ്ലാമിയ സ്ഥാപനത്തിൻ്റെ 44-ാം വാർഷിക സന്നദ്ധാന സമ്മേളനമാണ് ഈ അനുഗ്രഹീത വേളയിൽ ഇന്നിവിടെ നടക്കുന്നത്. അള്ളാഹു നമ്മുടെ കൂടുതലും ബിരുലുക്കർ സ്വാലിഹായ സൽക്കർമ്മമായി അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുവിട്ട് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽപ്പെട്ട നമ്മുടെ ഒക്കെ പ്രിയങ്കരനായിരുന്ന നമ്മുടെയൊക്കെ ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ ഫൗണ്ടറായിരുന്ന PA ഇബ്രാഹിം ഹാജിക്ക നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയിട്ട് അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുത്ത് ഉയർത്തിയിട്ടുള്ളത്. ദീന് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളൊക്കെ സ്ഥാപിക്കുകയും അതിലൂടെ നാടിൻ്റെ നന്മ സമൂഹത്തിൽ ദീന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം തന്നെ. അതാണ് ദീന് പഠിപ്പിക്കാനാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത്. ധാരാളം ആളുകൾ ഇവിടുന്ന് സന്നദ്ധ ഏറ്റുവാങ്ങുന്ന ഇറങ്ങാൻ തയ്യാറായിരിക്കുന്ന ആളുകളാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ പെൺകുട്ടികളടക്കമുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. ഇത്തരം സ്ഥാപനങ്ങളിലൂടെ അള്ളാഹിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് തന്നെ. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് ഒരു മാർഗദർശിയാണ്, ഒരു വെളിച്ചമാണ് നമുക്ക്. ആ വെളിച്ചം എല്ലായിടത്തും എല്ലാ സ്ഥലത്തും എത്തിക്കണം. ആ വെളിച്ചത്തിൽ നിന്ന് കുറേ സന്ദേശങ്ങൾ കിട്ടാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്, അത് പകർത്താനുണ്ട്, അത് സ്പ്രെഡ് ചെയ്യിക്കണം, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും വേണം. അപ്പം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ദീനീ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. അള്ളാഹു അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. അതിനൊക്കെ വേണ്ടി സഹകരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ. ഇപ്പം ദീന് പഠിച്ചിറങ്ങുന്ന ആലിമായിട്ട് ഇറങ്ങുന്ന ആളുകൾ അവരുടെ സേവനത്തെക്കുറിച്ചൊക്കെ ഇവിടെ മൗലാന അവിടെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അള്ളാഹിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം സ്വഹാബാക്കളിലൂടെ, അതിനുശേഷം ഇമാമിങ്ങളിലൂടെ, അതിനുശേഷം ഇപ്പോൾ പണ്ഡിതന്മാരിലൂടെയാണ് ദീനീ പ്രബോധന രംഗത്ത് നമുക്ക് സേവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ദീനെക്കുറിച്ച് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടും അതേപോലെ തന്നെ അത് പകർന്നു നൽകിക്കൊണ്ടും മുന്നോട്ട് പോകാനുള്ള ആളുകളുടെ അറിവ് പകർന്നു നൽകിയ ആളുകൾക്ക് അവരുടെ സന്നദ്ധ സ്വീകരിക്കുന്ന ഒരു വേള കൂടിയാണ് ഇന്നിവിടെ ഉള്ളത്. അതാണ് ദീന് പഠിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടും സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ തന്നെ നിൽക്കണം. അത് പ്രവൃത്തിയിലും കർമ്മത്തിലും ജീവിതത്തിലും ജീവിതത്തിലടക്കമുള്ള ജീവിതത്തിലും കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു എന്താണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അത് ജീവിതത്തിലുടനീളം അത് പ്രാവർത്തികമാക്കുകയും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് പകർന്നു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്കത് വിജയത്തിലെത്താൻ സാധ്യമാകുകയുള്ളൂ. അതിലൂടെയാണ് നമുക്ക് വിജയത്തിലെത്താൻ നമുക്ക് എല്ലാവർക്കും വേണ്ടത്, നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പരലോക ജീവിത വിജയമാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. പരലോക ജീവിത ലക്ഷ്യത്തിലെത്താൻ ഇഹലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതമാക്കി തീർത്തുകൊണ്ട് അള്ളാഹു എന്താണോ നമ്മോട് വിരോധിച്ചത് അത് ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന്. അത്തരം കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് പഠിച്ചിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ മുന്നിലുള്ള ആളുകൾ. ഇതൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രബോധനം നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അള്ളാഹിൻ്റെ ദീനിനെക്കുറിച്ച് നല്ല രീതിയിൽ വിവരണം നടത്തി
ആകർഷിക്കുന്ന രീതിയിലേക്ക് സമൂഹത്തെ എത്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റായ മെസ്സേജ് സമൂഹത്തിൽ ധാരാളം പടർന്നു വരുന്നുണ്ട്. ദീനിനെക്കുറിച്ചുള്ള തെറ്റായ മെസ്സേജുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് തിരുത്താൻ കഴിയണം. നമ്മളാണ് തിരുത്തേണ്ടത്. പൊതുസമൂഹത്തിൽ തിരുത്തി കൊടുക്കേണ്ട ആളുകളാണ് എൻ്റെ മുന്നിലുള്ളത്. അത്തരം തെറ്റായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി കൊണ്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വഴി അധ്യാപനം നടത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇൽമൊക്കെ സ്വീകരിച്ച് അതിനൊക്കെ പ്രതിഫലം അള്ളാഹു പരലോകത്ത് നമുക്ക് എത്തിച്ചു തരുന്നത് തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി